ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ല ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ ചെയ്യുക, കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടും പിന്നെ കുറേ പൂരങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങി അല്ലേ. നമുക്കൊരു പുതിയൊരു സാധനം ഇറക്കിയല്ലോ എന്ന് വിചാരിച്ചു. ബിഗ് ബോസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ലേ ബിഗ് ബോസിൽ. നമ്മൾ മാർച്ച് ലാസ്റ്റ് ഒരു 25 സമയത്ത് എപ്പോഴാണ് തോന്നുന്നുണ്ട് കയറിയതിട്ടാ, എനിക്ക് ഓർമ്മ കിട്ടില്ല കറക്റ്റ്. ആ സമയത്താണ് കയറിയത്. നമ്മൾ ബിഗ് ബോസിൽ ഓർമ്മയായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്കിന്ന് എടുത്ത് കാണിച്ചു തരണം, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി. നമ്മൾ എന്താണ് കാണിക്കാൻ പോകുന്നത്? ബിഗ് ബോസിൻ്റെ ആൽബം ഇതാ നമ്മുടെ ലാലേട്ടൻ ഇരിക്കുന്നു. ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ രണ്ട് കണ്ണല്ല, സോറി, ഒരു കണ്ണ്. നമ്മുടെ നെഞ്ചിനകത്ത് ലാലേട്ടൻ, നെഞ്ച് തുറന്ന് അല്ല എന്തെങ്കിലും ആവട്ടെ, ലാലേട്ടൻ. ഓക്കെ, അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ മുമ്പ് എനിക്ക് കുറേ ഓർമ്മകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. നല്ല ചൂടെടുക്കുന്നുണ്ട്, അതാണ് ഏറ്റവും വലുത് കേട്ടോ. ഓക്കെ, ഓപ്പൺ ചെയ്യട്ടെ. കുറേ ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്ന. ഓക്കെ, ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ ബിഗ് ബോസ് സീസൺ 6 മലയാളം പിച്ച വെച്ച് തുടങ്ങി. അത് കുറേ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും തോന്നുന്നുണ്ട്, എന്നാലും ഞാൻ വായിക്കാം. പിച്ച വെച്ച് തുടങ്ങി, മെല്ലെ അതിവേഗം കൈവരിച്ച ബിഗ് ബോസ് യാത്ര. കുറേ വായിക്കണ്ടല്ലേ, ബോറടിക്കില്ലേ? മതി. ഇതാ സ്നേഹപൂർവ്വം മോഹൻലാൽ എന്നിട്ട് ലാലേട്ടൻ എഴുതിയതും ലാലേട്ടൻ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയും. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഫാൻ ഇട്ടോ. ഫാൻ്റെ ശബ്ദം നല്ല കുഴപ്പമില്ല, മനുഷ്യൻ മരിക്കാറായി. ഞാൻ മൈക്ക് വെച്ചുകൊണ്ടേ ചിലപ്പോൾ ഫാൻ്റെ ശബ്ദം വരുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് കുഴപ്പമൊന്നുമില്ല, വേർക്കണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണും. ഫസ്റ്റ് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കാണണേ. സെക്കൻഡ് ഓരോരുത്തരെ എൻട്രി വെച്ചിട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. അതാ നമ്മുടെ ജിൻഡോ ചേട്ടനുണ്ട്, അർജു ചേട്ടനുണ്ട്, ശരണേച്ചി, ജാൻമണി ചേച്ചി, ഋഷി ചേട്ടൻ, ജാസ്മിൻ ചേച്ചി. ഇപ്പോൾ പറയും ചേച്ചി എന്ന് വിളിച്ചു എന്നുള്ള കമൻറ്റ്. അപ്സരേച്ചി, നിഷാനേച്ചി, ശ്രീജി ചേച്ചി, അഭിഷേക് ചേട്ടൻ, അൻസി ചേച്ചി, റസ്മിൻ ചേച്ചി, ശ്രീരേഖ ചേച്ചി, ഗബ്രി ചേട്ടൻ, സിജോ ചേട്ടൻ, നോറേച്ചി, നമ്മുടെ രതീഷ് ചേട്ടൻ. ഉണ്ട വന്നാലും പോയില്ല, ഉണ്ട. അയ്യോ, ഇതൊന്ന് ലൈറ്റ് മങ്ങിയതാണ്ടാ. ഉണ്ട കാരണം ലൈറ്റ് മങ്ങിയത് എൻ്റെ രതീഷ് ചേട്ടാ. നിങ്ങൾ ആലോചിക്കുമ്പോഴേക്കും ലൈറ്റ് മങ്ങിയ. നമ്മുടെ സുരേഷ് ചേട്ടൻ, കണ്ണാവ പൂവാല. ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പാടിയല്ലോ അല്ലേ, അല്ല നല്ലത്. ആ പാട്ടിൽ നമ്മുടെ സുരേഷ് ചേട്ടൻ, അഭിഷേക് ചേട്ടൻ. ഇതാരാ ഇതേത് കുട്ടി? ഈ കുട്ടി ലാസ്റ്റ് കാണിക്കാൻ വെച്ചതാ, പക്ഷേ ഇതിൽ കണ്ടു. എന്ത് ചെയ്യാം, ഈ കുട്ടി നന്ദന, തൃശ്ശൂർക്കാരുടെ സ്വന്തം മുത്ത് നന്ദന. പിന്നെ നമ്മുടെ യമുന ചേച്ചി, സിബിൻ ചേട്ടൻ, പൂജ ചേച്ചി, സായി ചേട്ടൻ. അപ്പുറത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അടിപൊളി. നമ്മുടെ പിന്നെ വീണ്ടും ലാലേട്ടൻ ആപ്പിൾ പിടിച്ചിട്ട് ന്യൂട്ടൻ. ആപ്പിൾ പിടിച്ച് ലാലേട്ടൻ നിൽക്കുന്ന നമ്മുടെ ലാലേട്ടൻ. അതൊരു വൈൻ കളറോ ഒരു മെറൂൺ കളർ പോലത്തെ ഒരു ജാക്കറ്റ് ഇട്ടിട്ടാണ് നമ്മുടെ ലാലേട്ടൻ നിങ്ങളുടെ. ഇത് ഈ ഫോട്ടോ എന്താന്ന് വെച്ചാൽ ഫസ്റ്റിൽ കയറി വരുമ്പോൾ തന്നെ അവരൊരു ആൾക്കാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇരിക്കാൻ സ്ഥലമില്ലാണ്ട് കണ്ടോ. കുറേ 23 പേരുണ്ടായിരുന്നല്ലോ. നോക്കാം 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 പേര് വെച്ചിട്ടല്ലേ തുടങ്ങിയേ. 19 പേരുണ്ടായിരുന്നു. അപ്പോൾ 19 പേർക്ക് ഈ സോഫയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം 2-3 പേരൊക്കെ നിലത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ ഇത്. നമ്മുടെ എന്താണിത് ഗൈസ്, പറയൂ, നിങ്ങൾ പറ എന്താണ്. ഇങ്ങനെ നന്ദന കൺഫെഷൻ റൂമിലേക്ക് വരിക. ബിഗ് ബോസ് പറയാറില്ലേ, നന്ദന കൺഫെഷൻ റൂമിലേക്ക് വരിക. അപ്പോൾ ഞാൻ വിറച്ച് വിടും. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് വായിക്കുമ്പോൾ ഉള്ളത് ടെൻഷൻ വന്നാൽ നല്ല ടെൻഷനാട്ടോ. നമ്മൾ ഈ കൺഫെഷൻ റൂം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരാൻ എന്താണെന്ന് വെച്ചാലേ നല്ല ടെൻഷൻ. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുക, വായിക്കണ സാധനങ്ങളൊക്കെ ഞാൻ പടികളെന്ന് വായിക്കട്ടെ, ഞാൻ പട്ടികളെന്ന് വായിക്കാം. അപ്പോൾ ബിഗ് ബോസ് നന്ദന പട്ടികളല്ല പടികൾ. അപ്പം ഞാൻ ഒരു ചമ്മി നാറിയിട്ട് ഗൈസ്, അതൊന്നൊന്നര നാറ്റായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ചിലപ്പോൾ ബിഗ് ബോസ് എന്നെ നാറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇട്ടുണ്ടാവില്ല. ഭയങ്കര ടെൻഷനായിട്ടോ. അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റൊക്കെ വയ്ക്കും, നമുക്ക് കപ്പലണ്ടി മിഠായി, അതുപോലെ ഡയറി മിൽക്കിൻ്റെ ഒരു ചെറിയ പീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ലഡു, പിന്നെ ആ സാധനങ്ങളൊക്കെ വയ്ക്കും. നമുക്ക് ആ സമയത്ത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ബിഗ് ബോസ് വിളിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ കിട്ടും, നമുക്ക് തരം കഴിക്കാനൊക്കെ ആയിട്ട് നമ്മളെല്ലാവർക്കും കൂടി വിതരണമൊക്കെ ചെയ്ത് കൊടുക്കും. അവിടെ ആരൊക്കെയാണ് ഉള്ളത് അവിടെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ ഒരു അടിപൊളി സംഭവമായിരുന്നു. മിസ് ചെയ്യുന്നുണ്ട് അതൊക്കെ. പിന്നെ നമ്മുടെ ഹോളിൻ്റെ സൈഡിലുള്ള നെക്സ്റ്റ് റൂമിൻ്റെ സൈഡിലല്ലേ, ഇതാ നമ്മുടെ നെക്സ്റ്റ് റൂമിൻ്റെ സൈഡിലുള്ള ഭാഗമാണ് കേട്ടോ അത്.
നെക്സ്റ്റ് റൂമിൽ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടണൽ റൂം കണ്ടോ അതിൻ്റെ അവിടെ മിറർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ മേക്കപ്പ് സ്ഥലം എന്ന് പറയാം. സത്യത്തിൽ മേക്കപ്പ് ചെയ്യാനും നെയിൽ പോളിഷ് ഇടാനൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ സൈഡ് ഡാസ്ലറിൻ്റെ. വീണ്ടും നമ്മുടെ ടണലല്ല നെക്സ്റ്റ് റൂം, ടണൽ ഇതായിരുന്നു, നെക്സ്റ്റ് റൂം ഫുള്ളായിട്ടുള്ള ഫോട്ടോ ആണേ. വീണ്ടും പൂക്കളുമായി ലാലേട്ടൻ പുഷ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനുള്ള ഉദ്ദേശം പൂക്കളായിട്ട് പുഷ്പകം പോലെ പുഷ്പിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് കേട്ടിട്ട് കമന്റ് തെറി പറയരുത്. നമ്മുടെ ലാലേട്ടൻ ഇന്ന് നമ്മുടെ സ്വന്താണല്ലോ. പിന്നെ ഡിറ്റക്റ്റീവ് രാജപ്പൻ നമ്മുടെ ലാലേട്ടൻ വരാറില്ലേ അതിൻ്റെ ഉള്ളിൽ നിന്ന് തട്ടിയിട്ട് വന്നിട്ട് എന്താണ് മക്കളെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറില്ലേ, ആ സംഭവമാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ റംസാൻ്റെ സമയത്ത് ഗബ്രി ചേട്ടനും അപ്സരേച്ചി ശ്രീരേഖേച്ചിയും പൂജേച്ചി അഭിഷേക് ചേട്ടൻ നമ്മൾ ടീം വേറെ വേറെ ആയിരുന്നു. പക്ഷേ ഇതെന്തോ ടാസ്കിന് എന്തോ ചെയ്താണെങ്കിൽ സത്യത്തിൽ ഓർമ്മയില്ല കേട്ടോ എന്താണെന്നുള്ളത്. പിന്നെ നമ്മുടെ ജിൻഡപ്പൻ്റെയും അപ്സരമോളുടെയും തകർപ്പൻ ഡാൻസ്. ഈ ഡാൻസുള്ളപ്പോൾ ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ ഡാൻസ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ബിഗ് ബോസിൽ കയറി തന്നെ. ഈ ഡാൻസുള്ളപ്പോൾ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി ഡാൻസ് ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൽ തന്നെ കയറ്റിയില്ലല്ലോ, പിന്നെ ഇവിടെ നിന്ന് കാണേണ്ട അവസ്ഥയാണല്ലോ, അത് കഴിഞ്ഞിട്ടല്ലേ കയറ്റി. പിന്നെ ഇത് നമ്മൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച ഇപ്പോൾ ഡാൻസ് കളിച്ചാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ദാ കേട്ടോ ഞാനുണ്ട്, പിന്നെ ഇത് ഞാൻ റസ്മിൻ ചേച്ചി ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ട നല്ല രസമല്ലേ കാണാൻ. പിന്നെ ലാലേട്ടൻ്റെ വിഷുവിന് ഒരു വരവ് വന്നിട്ട് ആ മഞ്ഞ ഷർട്ടും മുണ്ടൊക്കെ എടുത്തത് എന്തരോ മാനു ഞങ്ങൾ വിറക്കെന്ന് പറയുന്നത് ആ പാട്ടിട്ടിട്ടാണ് വന്നത് ലാലേട്ടൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അതൊക്കെ. ലാലേട്ടൻ വന്നിട്ട് ഞാൻ ഇരിക്കുന്നുണ്ടാ ഈ ഡാൻസ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ലാലേട്ടൻ്റെ അടുത്തിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലാലേട്ടൻ്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി പോയിരുന്നു. ഞാൻ നോറേച്ചൻ തട്ടിയിട്ടിട്ട് അപ്പുറത്ത് പോയിരുന്നു. ജിൻ്റെ ചേട്ടൻ കൃഷ്ണനായിട്ടുള്ള വേഷത്തിലൊക്കെ നിൽക്കുന്നുണ്ടേ. നമ്മൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വേഗം ഓടി വന്നിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിഷുവിൻ്റെ കഴിഞ്ഞ ജയിൽ. നമ്മുടെ ജാസ്മിൻ ചേച്ചിയും ഗബ്രി ചേട്ടനും ഉള്ള ജയിൽ. അവിടെ ചപ്പാത്തിക്കുള്ള മാവ് ഉരുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു ഇൻസിഡൻ്റാണ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വടംവലി ടാസ്ക്. വടംവലി ടാസ്കിന് എനിക്ക് ഓർമ്മയുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സത്യത്തിൽ ഞാനും ജിൻ്റെ ചേട്ടനും ഞാനൊക്കെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു, അവർ നമ്മളെ വന്നിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് പറഞ്ഞു അപ്പുറത്തേക്ക് വരും ടീം. അപ്പോൾ സായി ചേട്ടൻ പറഞ്ഞു, സായി ചേട്ടനാണല്ലോ ക്യാപ്റ്റൻ, നമുക്ക് എല്ലാവർക്കും കൂടി അപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞു. ജിൻ്റെ ചേട്ടൻ പറഞ്ഞു അപ്പുറത്തേക്ക് പോകാമെന്ന്. ജിൻ്റെ ചേട്ടൻ നല്ല ശക്തി ഉണ്ടല്ലോ, ആൾ അത് വലിച്ചു കഴിഞ്ഞാൽ ആ സംഭവം വരുമല്ലോ വടമൊക്കെ. അപ്പോൾ പറഞ്ഞു ജിൻ്റെ ചേട്ടൻ ഇപ്പുറത്ത് പോയപ്പോൾ നമുക്ക് ആകെ ഒരു ഇതായി. പക്ഷെ നമ്മൾ വലിക്കും, നമ്മൾ ജയിക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തോറ്റുപോയി ഗൈസ്. അങ്ങനെ ജിൻ്റെ ചേട്ടൻ അവരുടെ ജാൻമണി ചേച്ചിയൊക്കെ ടീം ജയിച്ചു. അവർ വീണ്ടും പവർ റൂമിലേക്കൊക്കെ കയറി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ വിജയ് ദാസ് വന്നിട്ടുള്ളത് കണ്ടോ, തൊട്ടപ്പുറത്ത് ഏതൊരു സുന്ദരി ഇരിക്കുന്നുണ്ട്, അതും നന്ദന സുന്ദരി. അപ്പോൾ അതാ ആള് പാട്ടൊക്കെ ഞാൻ കിളി പോയിട്ടിരിക്കുക. ഇങ്ങനെ കണ്ടോ വന്നപ്പോൾ തന്നെ ആരത്, നമുക്ക് ആ സ്റ്റോറൂമിൻ്റെ ഉള്ളിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ ആര് വരണേന്നൊക്കെ. പക്ഷെ ആളായിരുന്നു പാട്ടൊക്കെ പാടുമ്പോൾ ഒരു വേറെ ഒരു ഫീലാണ് കൈ സത്യത്തിൽ. താഴെ നമ്മുടെ ജോജു ചേട്ടൻ്റെ പണി മൂവിയുടെ ഇതുണ്ടായിരുന്നു, പ്രൊമോഷൻ്റെ ഒരു ഭാഗമായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. തൃശ്ശൂർ വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ജോജു ചേട്ടൻ അങ്ങനെ പറഞ്ഞു തൃശ്ശൂർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ. എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. തൃശ്ശൂർക്കാർക്ക് ഞാൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം, അധികം വേണ്ട ഓക്കെ. പിന്നെ നമ്മുടെ ശ്വേത ചേച്ചി സാബു ചേട്ടനും അത് പറയണ്ടല്ലോ, 1.5 വരവായിരുന്നു. അവർ വന്നതും പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു ഗൈസ്. അടിപൊളിയാണ്, രണ്ടാളും രക്ഷയില്ല. അവർ ശരിക്കും സാബു ചേട്ടനൊരു എന്താ പറയുക, കണ്ടന്റ് എങ്ങനെയാണോ ഒരു സാധനം എടുത്തിട്ടുണ്ടല്ലോ, ആ കണ്ടന്റ് സാധനം മുഴിപ്പിച്ച ആളൊരു വലയ്ക്ക് നമ്മളിട്ടിട്ട് അത്ര വലിയൊരു മുതലാണ് നമ്മുടെ സാബു ചേട്ടൻ. ശ്വേത ചേച്ചി പോവാണ്ട്. ശ്വേത ചേച്ചി നമ്മൾ ഞാൻ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ശ്വേത ചേച്ചി ഒരു വിഷമം പറഞ്ഞിരുന്നു കരയണ ഒരു വീഡിയോ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് വേണ്ടപ്പോൾ ശ്വേത ചേച്ചിനെ ലവ് യു ചേച്ചി, ലവ് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്വേത ചേച്ചിന്, സാബു ചേട്ടൻ രണ്ടാളെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ ദിലീപേട്ടൻ വന്ന ദിവസം ഞാനുണ്ടായിരുന്നു കേട്ടോ. ദിലീപേട്ടൻ നമ്മുടെ എന്താ പവി കെയർടേക്കർ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു, അതിൻ്റെ പ്രൊമോഷന് വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഉർവശിച്ച് വന്നപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഔട്ടായി പോയി ഗേസ്. എന്താണ് പറയുക, എത്ര മടി, ഞാൻ ഔട്ടായി പോയി. ഓക്കെ. പിന്നെ അടുത്തത് എന്തായിരുന്നു, ശരിക്കും ഞാനായിരുന്നു ഇവരെ സിനിമയിൽ എന്നെയായിരുന്നു സിനിമയിൽ എടുക്കേണ്ടായിരുന്നു. എൻ്റെ അഭിനയം കണ്ട ചിലപ്പോൾ ജിത്ത് സാറൊക്കെ ഞെട്ടി തന്നെ. പക്ഷേ അർജുനാണ് ആ ഭാഗ്യം കിട്ടിയത്. എല്ലാവരും നന്നായി ചെയ്തു കേട്ടോ. ഞാനുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായി ചെയ്തേനെ. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്താൽ ഞാൻ അന്ന് അന്നല്ല ആ വീക്കിൽ ഔട്ടായിപ്പോയി. നല്ല കണ്ടകശനിയാണ്. ഈ കണ്ടകശനി കൊണ്ടേ പോലോ.
പിന്നെ നമ്മുടെ അമൃതവേണിയുടെ ടാസ്കിൽ ഇതാ ജാസ്മിൻ ചേച്ചിയും ഗബ്രിച്ചാൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് ഇത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് സ്കീഡ് ടാസ്കിൽ ഞങ്ങളാണ് ചേച്ചി. ഞാൻ എന്താ കണ്ടത് കണ്ടോ ഞാൻ ഗബ്രിച്ചേട്ടൻ മനുവേട്ടാ. അതൊരു വല്ലാത്ത ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായിരുന്നു കല്യാണം കഴിക്കാൻ പെണ്ണ് കാണാൻ വരുന്ന തന്നെയാണ് പെണ്ണ് കാണാൻ വരുന്നത്. ഇതിൽ ഗബ്രിച്ചേട്ടനാണ് ചെക്കൻ. അങ്ങനെ പെണ്ണ് കാണാൻ വരും. സ്കീഡ് ടാസ്ക് ആണല്ലോ. തലയിൽ കൂടെയൊക്കെ വെള്ളം ഒഴിക്കും. ഞങ്ങൾ ഐസ്ക്രീം അതിൽ വെച്ച് കൊടുക്കും. പെണ്ണിന് ഇഷ്ടമായോ, എനിക്ക് പെണ്ണിനും ഇഷ്ടമായി, ഐസ്ക്രീം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് തണുത്തിട്ട് ഇങ്ങനെ വരുന്നത് സംഭവിക്കുന്നു. നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ചിലപ്പോൾ കാണിച്ചിട്ടുണ്ടാവും. എനിക്ക് ഓർമ്മയില്ല. ഞാനൊന്നും എപ്പിസോഡ് പകുതി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചില എപ്പിസോഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ജയിച്ച ആഹ്ലാദത്തിൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് സ്കീഡ് ഐസ്ക്രീം ഒക്കെ വന്നു കേട്ടോ. അമ്മ അത് ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞവർ അത് ഇരിക്കുന്നുണ്ടായിരുന്നു. കഴിച്ചു വന്നിട്ട് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ആ ഇതിൻ്റെ ഓറിയോടെ. എന്നെ തട്ടിവിട്ട് കഴിച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഓറിയോടെ. വയലുവെള്ളം വരുന്നത് പറഞ്ഞു. അപ്പോൾ ആ ടാസ്കിൻ്റെ പിന്നെ നമ്മുടെ സ്കീയുടെ ഒപ്പം തന്നെ യെല്ലോ ടീഷർട്ട് ഇട്ട് നമ്മുടെ ചുള്ളം നിൽക്കുന്നുണ്ട് ലാലേട്ടൻ. എന്താ അല്ലേ നിൽക്കണ നിപ്പ്. അത് കഴിഞ്ഞാൽ മറിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഋഷി ചേട്ടനും അൻസിബേച്ചി ഇരുന്ന് സംസാരിക്കണം. അവരൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടാണല്ലോ. അങ്ങനെ ഒരു സംസാരിക്കുന്ന ഒരു ഫോട്ടോയും പിന്നെ നമ്മുടെ ഈ അഭിഷേക് ജയദീപിൻ്റെ അവരാ ചേട്ടൻ്റെ ഒരു ഫോട്ടോയും ഇങ്ങനെ മറ്റൊരു ടാസ്കിൻ്റെ ഉള്ള ഒരു ഫോട്ടോയും പിന്നെ ജാൻമണി ചേച്ചിയുടെ നമ്മുടെ റംസാൻ നീലാവത്ത് ആ പാട്ടിൻ്റെ ഇവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ജാൻമണി ചേച്ചി ആയിരുന്നു അതിൽ മണവാട്ടി. ആ മണവാട്ടിയായിട്ടുള്ള സുന്ദരിയുടെ ഒരു ഇതാണ് കേട്ടോ ഫോട്ടോ ആണേ. പിന്നെ നമ്മുടെ നോറ ചേച്ചിയുടെ നമുക്ക് ഇതുണ്ടായിരുന്നില്ലേ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിലുണ്ടായിരുന്ന കാല് വേദന എടുക്കുന്ന ടാസ്ക്. എൻ്റെ അമ്മേ നല്ല സുഖമുള്ള ടാസ്ക് ആയിരുന്നു ഇത്. പാവം ഇതെങ്ങനെയാ വന്നിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഈ ടാസ്കിലൊന്നും ഞങ്ങൾ ഉണ്ടായിരുന്നില്ല. സുരേഷ് ചേട്ടനുള്ളപ്പോൾ സമയത്തൊന്നും ഞാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ ഫസ്റ്റിലുണ്ടായിരുന്ന ടാസ്ക്കാന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ടാസ്കിൽ കഴിച്ച് ഞാൻ ഒരു ഉടായ്പ ചെയ്തിട്ട് ഞാനതിപ്പോൾ സത്യം വിളിച്ച് പറയാൻ പോവാണ്. ഈ സോപ്പിട്ട് ഉരയ്ക്കണ ടാസ്ക് ഞാനും ചിന്തച്ചേട്ടനും റസ്മിൻ ചേച്ചിയായിരുന്നു അതിൽ ഉണ്ടായിരുന്നേ. ഈ ഉരയ്ക്കണല്ലേ ഞാൻ പറയും അല്ലേ, പറയാം. ഈ ഉരയ്ക്കണ സോപ്പ് ഉരയ്ക്കണേല് പിന്നെ ഈ ടാസ്കിനെ കുറിച്ച് എനിക്ക് അറിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ടാസ്ക് നമ്മുടെ സിജോ ചേട്ടനും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും ജിൻഡോ ചേട്ടനും റസ്മിൻ ചേച്ചിയായിരുന്നു ടീം സോപ്പിട്ട് ഉരയ്ക്കണത്. ആ ഉരച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മുടെ പൊട്ടും കഴിച്ചു. അത്രയും കഷ്ടപ്പാടായിരുന്നു ഈ ടാസ്കിന്. ചിലരൊക്കെ വെള്ളത്തിൽ കഷ്ണങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് തോന്നുന്നുണ്ട്. കുറേ കഷ്ണങ്ങളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അവരത് പറഞ്ഞിട്ടൊക്കെ തല്ലിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന മുട്ട എൻ്റെ മുഖം നോക്കിയില്ലേ, ഞാൻ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ ക്ഷീണിച്ചൊരു കുട്ടിയായിരുന്നു ഞാൻ ക്ഷീണിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ എല്ലാവരും പറഞ്ഞ വണ്ണം വെച്ചപ്പോഴാണ് ഭംഗി നിന്ന്. വണ്ണം വെച്ച അവിടെ ഒരാൾ നിൽക്കണ്ടേ എൻ്റെ അമ്മ കൈ കെട്ടിയിട്ട്. വണ്ണം വെച്ചപ്പോഴാണ് ഭംഗി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വണ്ണം വെക്കട്ടെ ഗൈസ്. ഈ ടാസ്ക് എന്ന് പറയുമ്പോൾ ബാലൻസിങ് ടാസ്ക് ആയിരുന്നു കേട്ടോ. മുട്ട കൊണ്ടുപോകണ ഒരു ടാസ്ക്. അത് എനിക്ക് പറ്റില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ അങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി. ബിഗ് ബോസിന് മനസ്സിലായി എൻ്റെ കഷ്ടപ്പാടാണെന്നുള്ളത്. അത് കാരണം ബിഗ് ബോസ് ഫോട്ടോ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ലവ് യു ബിഗ് ബോസ്. ഇത് പിന്നെ ഓരോരുത്തരെ എന്തൊക്കെയാണ് ലിവിങ് ഏരിയയിൽ എത്ര ഇതുണ്ട്, മറ്റേ തലോണയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഇതിനെക്കുറിച്ച് ഞങ്ങളൊക്കെ വന്ന് കയറിയ സമയത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പൂജേച്ചി അരച്ച് കലക്കി പഠിച്ച് വന്നേക്കാന്ന് തോന്നുന്നുണ്ട് ഇതിനെ കുറിച്ചിട്ട്. അവർ ജയിച്ചു വന്നിട്ട് അതിൽ. പിന്നെ നമ്മുടെ ജാൻമണി ചേച്ചി ജിൻഡോ ചേട്ടനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ജാൻമണി ചേച്ചി അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ, രക്ഷയില്ലല്ലോ. പിന്നെ അർജുൻ ചേട്ടൻ്റെ ജാൻമണിയുടെ വേഷം അഭിനയിച്ച അർജുൻ ചേട്ടൻ, ജിൻഡോ ചേട്ടൻ അവിടെ അപ്സരേച്ചായിട്ട് ജിൻഡോ ചേട്ടനാണ് ചെയ്തത്. ജിൻഡോ ചേട്ടൻ്റെ വേഷം അപ്സരേച്ചാണ് ചെയ്തത്. സോറി ഗൈസ്. പിന്നെ നമ്മുടെ ഇറ്റ്സ് ടൈം എന്ത് ടാസ്ക്, നമ്മൾ ഐസ്ക്രീം കഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് മുമ്പ് ഇസ്കി ടൈം എന്ന് പറഞ്ഞിട്ട് വേണം ഐസ്ക്രീം കഴിക്കണമെങ്കിൽ. എങ്ങനെ ഇത് പറയാനുള്ള നേരണ്ട. ചിലവർ അത് ഐസ്ക്രീം അതിലിടും, അങ്ങനെ തോക്കും ചെയ്യും. അതായിരുന്നു നല്ല ഞാൻ പറഞ്ഞിട്ടാ അമ്മ ഇത് കൂടെ എങ്ങോട്ട് പോണേ എന്നാ പൊക്കോളൂ, ഏടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ആ ടാസ്കിൽ എന്താണെന്ന് വെച്ചാലേ പതുക്കെ അടയ്ക്കമ്മേ. ഈ ടാസ്കിൽ മറക്കും ചിലവര്. ഇസ്കി ടൈം ഇങ്ങനെ പറയണം, ഇസ്കി ടൈം എന്ന് പറയണം. പക്ഷെ അത് മറക്കാണ്ട് ഐസ്ക്രീം വായിലിടും. അപ്പൊ പിന്നെ തോക്കും. ഞാനൊക്കെ പറയാറുണ്ട് കേട്ടോ, ഐസ്ക്രീം കഴിക്കുന്നതിൻ്റെ ഒരു തൊരയില്ലേ അത് മറക്കും. ആ ടാസ്കിൻ്റെത്. പിന്നെ ആറ്റമ്പറക്കിൻ്റെ ഫാൻ കിട്ടിയിരുന്നു. ആ ഫാനാണ് ഇപ്പോൾ മുകളിൽ കടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ടാസ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമൃതവേണിയുടെ ടാസ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. ലോൻ്റെ ടാസ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല തോന്നുന്നുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിൻ്റെ ടാസ്ക് നച്ചമ്മൻ അതിൽ മറ്റേ ഇതിലൊക്കെ ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ റീലും വെട്ടിവെക്കലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? നല്ല രസമായിരുന്നു. അത് പാൻറ്റുമെന്നും ചെരുപ്പുമെന്നൊക്കെ പോകാൻ പറ്റ പാട്. നമ്മുടെ കാലുമ്മ അതിൻ്റെ സംഭവം മറ്റേ പാദത്തിൻ്റെ അവിടെ ഈ നീല കളറ് ഉണ്ടാവും. ഇവിടെ ഉരയ്ക്കാനാ, ഇവിടെ കല്ലുണ്ട്, ടൈലിൻ്റെ സാധനമല്ലേ, മറ്റേ സാധനം ഇട്ട് ഉരയ്ക്കണം. നമ്മൾ വാഷ് ചെയ്യണം, ബ്രഷ് ഇട്ടിട്ട് ഉരച്ച്
അത് കളയണം. വെളിച്ചെണ്ണയൊക്കെ പറ്റി അത് കളഞ്ഞ് ലാസ്റ്റ് നീല കളർ എൻ്റെ ഡ്രസ്സും ഇപ്പോഴും ഉണ്ട് ചിലതിന്. ഇപ്പം അത് പോവില്ല, ഭയങ്കര സീനാണ്. പിന്നെ ഡാസ്ലറിൻ്റെ പിന്നെ ഓരോ പരസ്യങ്ങൾ KP നമ്പൂതിരിയുടെ ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുട്ടോ. മിൽമയുടെ അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു ഡാസ്കിൻ്റെ ബാക്കിൽ വെച്ചോണം. അങ്ങനെ നമ്മുടെ ആൽബം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ബിഗ് ബോസിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ടൊരു ആൽബം തന്നതായിരുന്നു. ഓർമ്മ ഞാൻ വീണ്ടും പുതുക്കിയിരിക്കുകയാണ് അല്ലേ. ഒരു ചെറിയ വീഡിയോ കേട്ടോ. ഓക്കെ, നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബോസിലെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ ആൽബം. അപ്പോൾ ഞാനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.